നമസ്കാരം. ലോകത്തെ ഒന്നടങ്കം കടുത്ത ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധപ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാൻ. ആഗോള ഇന്ധന വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടച്ചുപൂട്ടിയതായി ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അനുമതിയില്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കുകയും സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്തൊരു കപ്പലിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ അപ്രതീക്ഷിതവും കടുത്തതുമായ നടപടി. ഈ വിഷയത്തിൽ അമേരിക്കയോ മറ്റ് സഖ്യകക്ഷികളോ തിരിച്ചടിക്ക് മുതിർന്നാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം നാവിക സുരക്ഷയ്ക്ക് ഭീഷണിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഓഫാക്കി സഞ്ചരിച്ച കപ്പലിനെയാണ് തങ്ങൾ ആക്രമിച്ചു നിർത്തിയത്. ഈ മേഖലയിൽ അമേരിക്ക നടത്തുന്ന എല്ലാവിധ ഇടപെടലുകളും അവസാനിക്കുന്നതുവരെ കടലെടുക്ക് അടഞ്ഞു കിടക്കുമെന്നാണ് ഇറാന്റെ കടുത്ത നിലപാട്. മേഖലയിൽ ഇറാന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശത്രുക്കളുടെ പുതിയ സൈനിക താവളങ്ങൾ തകർക്കുമെന്നും സൈന്യം വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും യാതൊരുവിധ നികുതിയും ഈടാക്കാതെ കപ്പൽ പാതകൾ തുറന്നു നൽകാൻ ഇറാൻ പരസ്യമായി തയ്യാറാകണമെന്നും US ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ കടുത്ത പ്രതികരണം പുറത്തുവരുന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. അസമയം ഒമാനിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽബുസൈദിയും കൂടിക്കാഴ്ച നടത്തി സമാധാന ചർച്ചകൾക്ക് വഴി തേടുന്നുമുണ്ട്. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമം നടക്കുന്നത്. ഒമാൻ തയ്യാറാക്കിയ പുതിയ നിർദ്ദേശപ്രകാരം ഒമാന്റെ അതിർത്തിയിലുള്ള തെക്കൻ പാതയിലൂടെ സൗജന്യമായി കപ്പലുകൾക്ക് കടന്നുപോകാം. എന്നാൽ ഇറാന്റെ പരിധിയിലുള്ള വടക്കൻ പാത ഉപയോഗിക്കാൻ ഇറാന്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടി വരും. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഗൾഫ് മേഖല അതീവ കലുഷിതമായത്. ലോകത്തിലെ 1/5 എണ്ണ വിതരണവും നടക്കുന്ന ഈ പാത ഇറാൻ ഉപരോധിച്ചതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും പണപ്പെരുപ്പം രൂക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഖത്തറിന്റെയും സൗദിയുടെയും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ അമേരിക്ക ഇറാന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ചിരുന്നു. ഇതിന് പകരമായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും തിരിച്ചടിച്ചു. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് റദ്ദാക്കിയതിലൂടെ അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രിയും ആരോപിച്ചിരുന്നു. ഇതുകൂടാതെ ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായ അയത്തുള്ള മൊജ്തബ ഖമേനി പുറത്തുവിട്ട രേഖാമൂലമുള്ള പ്രസ്താവന അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് കൊല്ലപ്പെട്ട തന്റെ പിതാവും മുൻ സുപ്രീം ലീഡറുമായ അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് കടുത്ത പ്രതികാരം ചെയ്യുമെന്നാണ് മകനായ മൊജ്തബയുടെ പ്രഖ്യാപനം. വരും ദിവസങ്ങളിൽ സമാധാന ചർച്ചകൾ നടത്തിയാലും ഇല്ലെങ്കിലും ശത്രുവിനോടുള്ള പ്രതികാരം നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ നൽകുന്ന സൂചന. വരാനിരിക്കുന്ന US കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുന്ന രീതിയിലാണ് നിലവിൽ ആഗോള എണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ മേഖല കൂടുതൽ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ.